ഗൈസ്, അസ്സലാമു അലൈക്കും. നമുക്കിന്നൊരു ഹദീസ് പഠിക്കാം. ഗോസിപ്പ്, സ്ലാൻഡർ, പിന്നെ നെമീമ. ഈ ഒരു 3 കാര്യങ്ങളാണ് നമ്മൾ ഇന്നൊരു ഹദീസിൽ പഠിക്കാൻ പോകുന്നത്. ഗീബ എന്ന് പറയും ഗോസിപ്പിന് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ നോക്കാം. നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം വേറെ ഒരാളോട് പറയലാണ് ഗീബ. ഇപ്പോൾ എനിക്കും എൻ്റെ ഫ്രണ്ടിനും അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായി അറിയാം. അപ്പോൾ അവൾക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം, അവൾക്ക് പറയാനൊരു താല്പര്യമില്ലാത്ത കാര്യം ഞാനിപ്പോൾ വേറെ ഫ്രണ്ടിനോട് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഗീബായി. അപ്പോൾ നമുക്കവിടെ നമുക്ക് നമ്മളുടെ ബുക്കിൽ ക്രോസ് വരും. നമുക്ക് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും നമുക്കൊരു ബുക്ക് ഉണ്ടല്ലോ, നന്മയുടെയും തിന്മയുടെയും. അപ്പോൾ തിന്മടയിൽ നമുക്ക് എന്ത് വരും, അവിടെ ഒരു ക്രോസ് വരും, തെറ്റാവും. അപ്പോൾ അതാണ് ഗീബ. മനസ്സിലായില്ലേ? പിന്നെ അങ്ങനെ വേറെ ഒരാളോട് പറയലാണ് ഗീബ. മനസ്സിലായില്ലേ? അത് പിന്നുള്ളതാണ് സ്ലാൻഡർ. എന്നുവെച്ചാൽ ഇല്ലാത്ത കാര്യം പറയാം, ഇല്ലാത്ത കാര്യം ഇങ്ങനെ ഉണ്ടാക്കി പറയാം. അതാണ് സ്ലാൻഡർ. പിന്നെ അടുത്തതാണ് നെമീമ. തല്ലുണ്ടാക്കാൻ വേണ്ടി ഉള്ള സംസാരമാണ് നെമീമ. ഞാനും എൻ്റെ ഫ്രണ്ടിനും അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായി അറിയാം. ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സാണ്. അപ്പോൾ അവിടെ ഒരാൾ വരാണ്. ആൾക്കാണെങ്കിൽ ഞങ്ങൾ 2 ആളെ അറിയാം. ഞങ്ങൾ 2 ആളെ പിരിച്ചിടണം ആൾക്ക്. അപ്പോൾ ആളെന്ത് ചെയ്യാണ്, ഞാൻ ആ ഫ്രണ്ടിനെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ ആ ഫ്രണ്ടിനോട് പോയി ചെന്ന് പറയാം. ആ ഫ്രണ്ട് എന്നെ പറ്റി പറഞ്ഞത് എന്നോട് വന്ന് പറയാം. അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. കുറ്റായിക്കോട്ടെ അല്ലെങ്കിൽ നല്ലതായിക്കോട്ടെ, അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ പറഞ്ഞിട്ട് പിരിക്കാം. അതാണ് നെമീമ. അപ്പോൾ അതാണ് നെമീമത്ത് അങ്ങനെ പറയും. അങ്ങോട്ടും ഇങ്ങോട്ടും ചെന്ന് പറയുക കാര്യങ്ങൾ, എന്നിട്ട് ഞങ്ങളെ പിരിക്കുക. അതാണ് നെമീമ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഹദീസ്. നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ വോയിസ് ആയിട്ടിടാം ഇൻഷാ അല്ലാ. അല്ലെങ്കിൽ ഇതൊന്ന് മനസ്സിലാവുന്ന രീതിയിൽ വേറെ ഞാനൊന്നും കൂടി ഇടാം ഇൻഷാ അല്ലാ. അപ്പോൾ ഈ ഒരു ഹദീസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.